ഇശലിണകൾ റൗണ്ടിലേക്ക് വരുന്നു പർവീൻ ഫാത്തിമയും ഷമീറും. ഇല്ല, പർവീനോട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. പർവീനോട് മിണ്ടിയിട്ട് കാര്യമില്ല. ഒരു വാക്ക് പോലും പറയില്ല. ഞാൻ സത്യം പറഞ്ഞ പർവീന്റെ ഈ റൗണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, കൂടെയുള്ള ആളോട് സംസാരിക്കാൻ. ഷമീറെ, എപ്പോഴും പർവീൻ ഇങ്ങനെയാണോ? മിണ്ടില്ലേ? ഇല്ല, ഞാൻ വന്നൊന്നും മിണ്ടിയില്ലേ. നീ ഇതുവരെ മിണ്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ പാടി പാടി ആളെ മാറ്റിയെടുത്ത് മാറ്റിയെടുത്തു. അവസാനമായപ്പോഴത്തേക്ക് മിണ്ടി. എന്തായാലും കറക്റ്റ് ആയില്ല, ശരിക്കും റെഡി ആയില്ല. ഇപ്പോഴും റെഡി ആയില്ല. ഈ പെർഫോമൻസ്, ഈ നിങ്ങളുടെ പ്രാക്ടീസിന്റെ സമയത്തൊക്കെ നന്നായി പാടുന്നുണ്ട്. ആൾ മിണ്ടിയില്ലെങ്കിലും നന്നായി പാടാൻ പറ്റുന്നുണ്ട്. പർവീന് ഇങ്ങനെയാണ്, പാട്ട് മാത്രമേ ഉള്ളൂ, മിണ്ടാട്ടവേ ഇല്ല. കുട്ടി മിണ്ടണില്ല. ഓക്കെ, ഇല്ല, ഒന്നും ഞാൻ ചോദിച്ചില്ല. നിങ്ങളുടെ പെർഫോമൻസിലേക്ക് പോവാം. ഏത് പാട്ടാ പാടുന്നത്? പർവീന് പറയണോ? വേണ്ട, ഷമീർ പറഞ്ഞോട്ടെ. ഞങ്ങള് മധുരിക്കും മുന്തിരി നീരെന്നൊരു പഴയ പാട്ടാണ്. അത് പേടിച്ചുകൊണ്ടാണ് രണ്ടാളും പാടുന്നത് ഇവിടെ. കാരണം അത് സംഗീതം ചെയ്തത് അബട്ടി മാഷാണ്. നല്ലൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പേടിയോട് കൂടി ഞങ്ങൾ പാടാൻ പറ്റുന്നത്. അപ്പൊ ഈ പാട്ട് അബൂട്ടി മാഷിന് വേണ്ടിയിട്ട് അങ്ങ് പാടാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധുരിക്കും മുന്തിരി നീര് സ്വപ്നമാണിഷ്കിന്റെ തേര് സ്വർഗത്തിൽ ആണതിൻ പേര് മധുരിക്കും മുന്തിരി നീര് മുഹബത്തെന്നാണതിൻ പേര് സ്വപ്നമാണിഷ്കിന്റെ തേര് സ്വർഗത്തിലാണതിൻ പേര് മധുരിക്കും മുന്തിരി നീര് മുഹബത്തെന്നാണതിൻ പേര്. അരികിൽ നീയുള്ളതിനാലോ നിലവിൻ എന്തൊരു ചേല്. അരികിൽ നീയുള്ളതിനാലോ നിലവിൻ എന്തൊരു ചേല്. നീ പറയും ഓരോരോ വാക്കും പഞ്ചാര ചേർത്ത പൈമ്പാല് പഞ്ചാര ചേർത്ത പൈമ്പാല് മധുരിക്കും മുന്തിരി നീര് മുഹബത്തെന്നാണതിൻ പേര് സ്വപ്നമാണിഷ്കിന്റെ തേര് സ്വർഗത്തിൽ ആണതിൻ പേര് മധുരിക്കും മുന്തിരി നീര് മുഹബത്തെന്നാണതിൻ പേര്. അകതാരിലാശതൻ തോട്ടം അതിൽ പൂത്തു നമ്പ്യാർ വട്ടം. അകതാരിലാശതൻ തോട്ടം അതിൽ പൂത്തു നമ്പ്യാർ വട്ടം. അഴകിന്റെ പുഞ്ചിരി വെട്ടം ആ പൂക്കൾ കിള്ളിനി വാ
മുഹബത്തെന്നാണതിൻ പേര്. സ്വപ്നമാണിഷ്കിന്റെ തേര് സ്വർഗത്തിലാണതിൻ പേര്. മധുരിക്കും മുന്തിരി നീര് മുഹബത്തെന്നാണതിൻ പേര്. സ്വപ്നമാണിഷ്കിന്റെ തേര് സ്വർഗത്തിലാണതിൻ പേര്. മധുരിക്കും മുന്തിരി നീര് മുഹബത്തെന്നാണതിൻ പേര്. രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സ് നിന്ന് പാടുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ജഡ്ജസ് ഒക്കെ എങ്ങനെയാ നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് പറയാന്ന്. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അബൂട്ടി മാഷാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ പാട്ട്. അപ്പോൾ ആദ്യം തന്നെ അബൂട്ടി മാഷിന്റെ മനസ്സ് നിറഞ്ഞോ എന്ന് ചോദിക്കാം. മാഷേ, ഒരു സംഗീത സംവിധായകന് അത് കമ്പോസ് ചെയ്ത പാട്ട് ഒരാൾ പാടി കേൾക്കുമ്പോൾ കമ്പോസ് ചെയ്ത് വെച്ചത് എങ്ങനെയാണ് അതുപോലെ പാടി കേൾക്കുമ്പോൾ മനസ്സ് നിറയാണ്. അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഗംഭീരായി പാടി രണ്ടുപേർ. ഒരു സ്ഥലത്തും എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ തെറ്റൊന്നും വിചാരിച്ച സ്ഥലം എവിടെ, വഞ്ചാര ചേർത്ത ബൈമ്പാല്. ആ റൂട്ട് ചേഞ്ച് ആവുന്നുണ്ടല്ലോ, മൈനർക്ക് കിടക്കുന്ന അവിടെ അങ്ങനെ ആ പൂക്കൾക്കില്ല ഇനി വാട്ടം. ആ സ്ഥലം എന്തായാലും ഒന്ന് പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. പിന്നെ ഷമീർ മുഖസ്തുതി പറയല്ല, ഷെരീഫ്, കണ്ണൂർ ഷെരീഫ് പാടിയ മഞ്ചേരി പാടിയ പാട്ടാണത്. ഷെരീഫ് പാടിയ പോർഷൻ അതിനേക്കാണ് നന്നായി ഷമീർ പാടിയിട്ടുണ്ട്. പറവീനെ ഞാൻ പറയാണ്, പറവീൻ ഗംഭീരായി തന്നെ എല്ലാ സ്ഥലങ്ങളും എവിടെയും എനിക്ക് എഴുതി വെക്കാൻ പറ്റിയിട്ടില്ല. അത്രയും ഭംഗിയായി പാടി. ആ സംഗതികൾ കണ്ടമാനുണ്ട് ഇതിൽ. അതെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് കാനേഷ് പൂനൂരാണ് ഇതിൻ്റെ രചന. ഒരു പ്രാസങ്ങളുടെ രാജാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഇപ്പം മധുരിക്കും മുഹബ്ബമാ വരുന്ന മുന്തിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം പനിനീര് പെയ്യുന്നു ഇവിടെ പാടിയപ്പം പനിനീര് പെയ്യുന്നു. 14 രാവിൽ പനിമതി പാ വരുന്നു. പാടം പച്ച ദാസേട്ടൻ പാടിയ പാടം പച്ച പട്ടിലി ബാസികൾ ഇട്ടൊരു ഹൂറി കണക്ക് ചമഞ്ഞ് കിട്ട്. ഭയങ്കര പ്രാസാണ്, പ്രാസങ്ങളുടെ രാജാവാണ് അത്. അദ്ദേഹം എഴുതിയൊരു മധുരമായ ഒരു ഗാനമാണിത്. കൊച്ചിത്തട്ടം എന്നൊരു ആൽബത്തിന് വേണ്ടി ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനൊന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ കൈയടിക്കാൻ. ഇപ്രാവശ്യത്തെ പട്ടുറുമാലിൽ ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിനെ ജഡ്ജ് എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ തന്നെ പാട്ടുമാണ്. ഇതിലും വലിയൊരു കോംപ്ലിമെന്റ് ഇനി കിട്ടാനില്ല. മൂസാക്ക, അബൂട്ടി മാഷ് സ്വതവേ ഞാൻ കുറച്ച് പാട്ടെല്ലാം പാടിയിട്ടുണ്ട് മാഷെ. ഈ അബൂട്ടി മാഷ് പാട്ടെടുത്ത് കേൾക്കുന്നിരുന്ന വളരെ ഈസിയായിട്ട് പെട്ടെന്ന് അങ്ങ് പാടിയിട്ട് പോയി കിടന്ന് തോന്നിപ്പോകും നമുക്ക്. ഏത് പഠിക്കാൻ നേരം തോന്നും. പാട്ട് മൂപ്പര് പഠിപ്പിച്ചിട്ട് സ്റ്റുഡിയോയിലുള്ളിൽ അവിടെ കയറി പാടുന്നേരമായൊരു പ്രയാസം അറിയാം. ഒരു വരി പാടണമെങ്കിൽ ഒരു വല്ലാത്ത കൊടുക്കുക. അങ്ങനെ ഓടിപ്പോകും മനുഷ്യ നീ തെല്ലൊന്നുന്നില്ല എന്തെല്ലാം പറഞ്ഞ എന്നെ കൊണ്ട് പാടിച്ച പാട്ട് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഇത്തരം പാട്ടുകൾ നല്ല ഇരുത്തം വന്നവർക്ക് പാടാനും കഴിയുള്ളൂ. അപ്പോൾ കണ്ണൂർ ശരീഫെല്ലാം ഈസിയായിട്ട് പാടിയിട്ടുണ്ട്. മാഷ് പറഞ്ഞ അയാളെക്കാട്ടും കുറേ കൂടി ഭംഗിയായിട്ട് അതൊന്നും ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്യില്ല. അയാളത് കേട്ടപ്പാടും പാടിയതാണ്. ഇയാൾ പല പ്രാവശ്യം പഠിച്ചിട്ട് പാടിയതാണ്. അതാണ് സത്യം. എന്തായാലും ആ ഷെരീഫിൻ്റെ അത്രയും നല്ല പാട്ടുകൾ മഞ്ചേരി നല്ലൊരു പാട്ടുകാരിയാണ്. വളരെ ചെറുപ്പത്തിൽ, വളരെ ചെറുത 8 വയസ്സ് പ്രായത്തിൽ മസ്കത്തിൽ എൻ്റെ ഒപ്പം ഡോയിറ്റെല്ലാം പാടിയ കുട്ടിയാണ്. എന്ത് മഞ്ചേരിയാണ് പാടാന്നറിയോ. അപ്പം അങ്ങനെയുള്ള ഒരു വല്ലാത്ത പാട്ടുകാരിയാണ്. അപ്പം അബൂട്ടി മാഷ് ഇത്രയും നല്ലൊരു പാട്ട് ടോണി കഴിഞ്ഞാൽ ഞാനും നേരത്തെ മാഷ് നിന്ന പോലെ നിന്നിട്ട് ഒരു സ്ഥലം അപാരമായിട്ട് പാടി വല്ലാണ്ട് പാടി. പാരമ്പര്യത്തിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, അതൊരു വല്ലാത്ത സംഭവമാണ്. അതെന്തായാലും തികഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിടിച്ചോ നല്ല മുറി കിട്ടും. ഓക്കെ, താങ്ക് യു മൂസാക്ക. സജിലത്ത, ഒരു മിനിറ്റ് മാഷേ ക്ഷയിക്കാൻ തന്നെ
സൂപ്പർ മ്യൂസിക്, സൂപ്പർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പാട്ടിന് ഞാൻ ഇപ്പം വിട്ടു പോയിട്ടില്ല. ഇത്രയൊക്കെ മ്യൂസിക് ആയിരുന്നു. നല്ലൊരു എന്താ പറയുക, ഷമീറെ നിനക്കൊക്കെ എടുത്ത് പാടാൻ പറ്റുന്ന ഒരു പാട്ട്. പിന്നെ പർവീൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഷമീറിൻ്റെ അത്രത്തോളം ഏറ്റുപിടിച്ച് പാടുന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല വോയിസ്, നല്ല സിംഗിങ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. രണ്ടാളും തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. പിന്നെ ഡുവറ്റ് സോങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞു നമുക്ക് ജഡ്ജ് ചെയ്യാൻ എന്തെങ്കിലും നിങ്ങൾ തരണം എന്നൊക്കെ പറയാറുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആസ്വദിച്ചിരിക്കാൻ പറ്റി. എന്താണ് നിങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു പാട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഷമീറിൻ്റെ പറയേണ്ട ആവശ്യമില്ല, കഴിവ് തെളിയിച്ചൊരു സിംഗറാണ്. പർവീൻ്റെ കാര്യത്തിൽ പർവീൻ നന്നായിട്ട് പർവീൻ്റെ എല്ലാ ഒരു എത്രത്തോളം കഴിവുണ്ട്, പർവീൻ എന്തൊക്കെ പാടാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഈ ഒരു പാട്ടിലൂടെ അറിയാൻ സാധിച്ചു. പിന്നെ മാഷ് പറഞ്ഞ പോലെ തന്നെ ആ അനുപലവിയിലെ ചേഞ്ചൊക്കെ എടുത്ത് ആ ഒരു ടൈമിലെടുത്ത് പാടുകയെന്ന് വെച്ചാൽ മാഷ് തന്നെ പറഞ്ഞു കുട്ടി പാടുമോയെന്ന് അറിയില്ല, എന്തായാലും നോക്കാമെന്നൊക്കെ പറയണ്ടായിരുന്നു ഇവിടുന്ന്. പക്ഷേ പർവീൻ കറക്റ്റായിട്ട് തന്നെ അതൊക്കെ പാടി. ഏത് പോർഷനാണ് നല്ലത് എന്ന് പറയാൻ പറ്റാത്തത്ര നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എണീറ്റ് നിൽക്കുന്നില്ല, മാർക്കിൽ തരാം. പർവീന്റെ മാർക്സിലേക്ക് പോവാം. അബൂട്ടി മാഷേ, ആദ്യം തന്നെ എന്നെ ഏൽപ്പിച്ചു അല്ലേ? മാഷിന്റെ പാട്ടല്ലേ? ഒന്നുമില്ല, ഞാൻ പറയാണ് 40-ൽ 38.5 മാർക്ക്. മൂസാക്ക 40-ൽ 36.5 മാർക്ക്. സജിലത്ത ഇതുവരെ കൊടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ഉയർന്ന മാർക്കാണ് 19. പർവീൻ ഫാത്തിമയുടെ മാർക്സ് 94 out of 100. പർവീനെ മിണ്ടണ്ട, സാരമില്ല, പർവീൻ പാടിയാ മാത്രം മതി. പിന്നെ നമ്മുടെ ജഡ്ജസ് ഫുള്ള് തരാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് കുറച്ചത്. ഷമീറിന്റെ മനസ്സ് നിറഞ്ഞു, ഒരുപാട് നിറഞ്ഞു. ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പേടിച്ചോണ്ടാണ് ഞാനും വന്ന് പാടി. എന്നാലും മാക്സിമം പാടാൻ പറ്റില്ല. കരിയിലോട്ട് വേദിയിൽ വീണ്ടും പാടാൻ പറ്റിയത് ഒരുപാട് ദൈവത്തോടും അതുപോലെ എല്ലാവരോടും നന്ദി പറയാം. ഇവിടെ വന്നതിനും പർവീനെ സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും നന്നായിട്ട് പർവീൻ പാടിയില്ലേ, അപ്പോ ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കണം. പർവീന്റെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O Casuals. Hello YouTube, my name is Lakshmi Menon. Welcome to my channel. So FB-ൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. So let's begin the tour. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.